രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം യാഹി യാഹീതി രാഘവ. രാഘവൻ വിളിച്ചു പറഞ്ഞത് യാഹി യാഹി എന്ന്, പോ 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 എന്ന് സൂതനോട് സുമന്ത്രരോട് വിളിച്ചു പറയാണ്. വേഗത്തിൽ പോ വേഗത്തിൽ പോ വേഗത്തിൽ പോ എന്ന്. നിൽക്ക നിൽക്ക എന്ന് രാജാവ്. വേഗത്തിൽ പോ വേഗത്തിൽ പോ എന്ന് രാമൻ. അപ്പോഴേക്കും സുമന്ത്രസ്യ ബഭൂവാത്മ ചക്രയോരിവചാന്തര. സുമന്ത്രൻ എന്ത് ചെയ്യും? മഹാരാജാവിന്റെ കൽപ്പന ഇതുവരെ താൻ ഉല്ലംഘിച്ചിട്ടില്ല. അദ്ദേഹം സങ്കല്പിച്ചാൽ മതി തന്നെ താൻ ചെയ്യും. അദ്ദേഹത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും സുമന്ത്രർക്കറിയാം, അത് അദ്ദേഹം നിർവഹിച്ചിരിക്കും. ഇപ്പോഴിതാ നിൽക്കുക എന്ന രാജാവ്. പിന്നെയോ അദ്ദേഹത്തെ പോലെ തന്നെ തനിക്ക് ആദരണീയനായിരിക്കുന്ന രാമൻ യാഹി യാഹി എന്ന് കൽപ്പിക്കുന്നു. വിപരീതമായ രണ്ടാജ്ഞകൾ, രണ്ടും വരുന്നത് തനിക്ക് ഏറ്റവും ആദരണീയരായിരിക്കുന്ന വ്യക്തികളിൽ നിന്ന്. ഒന്ന് മഹാരാജാവ്, മറ്റേത് കിരീടാവകാശിയായിരിക്കുന്ന രാജകുമാരൻ. എന്തു ചെയ്യും? രണ്ടു വലിയ ചക്രങ്ങൾക്കിടയ്ക്ക് പെട്ടുപോയ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താണ്? ആ അവസ്ഥയിൽ പെട്ടുപോയി സുമന്ത്രർ. അദ്ദേഹത്തിന് നിർത്തിയേ പറ്റൂ തേര് രാജകൽപ്പനയാൽ, പക്ഷെ ഓടിച്ചേ പറ്റൂ രാമകൽപ്പനയാൽ. അപ്പോഴേക്കും അദ്ദേഹം ആകെ ഒന്ന് പരിഭ്രമിച്ചു സുമന്ത്രർ. രാമന്റെ മുഖത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. രാമന് മനസ്സിലായി സുമന്ത്രരുടെ ബുദ്ധിമുട്ട് എന്താണ് എന്ന്. ജീവിതത്തില് ആദ്യമായിട്ട് രാജകൽപ്പനയെ സുമന്ത്രര് ഇതാ ലംഘിക്കുകയാണ്. അപ്പോ രാമൻ പറഞ്ഞു, നാശ്രൗഷം ഇതി രാജാനം ഉപാലബ്ധോപി വക്ഷ്യസി. തിരിച്ചു വരുമ്പോഴേക്കും രാജാവ് ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കും, എന്തുകൊണ്ട് നിർത്തിയില്ല എന്ന്. രാജകൽപ്പനയെ ആദ്യമായിട്ട് അദ്ദേഹം സുമന്ത്രർ ലംഘിച്ചിരിക്കുന്നു. രാജാവ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പോ പറഞ്ഞാ മതി, മഹാരാജാവേ ഞാൻ അത് കേട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. നാശ്രൗഷം, ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. കേട്ടെങ്കിൽ നിർത്തിയേ പറ്റൂ. കേട്ടതനുസരിച്ചില്ലെങ്കിൽ, രാജകൽപ്പനയെ അനുസരിച്ചില്ലെങ്കിൽ ഉടനെ തന്നെ രാജ്യദണ്ഡമുണ്ടതിന്. അതിന് വ്യത്യാസമൊന്നും തന്നെയില്ല. പക്ഷെ കേട്ടില്ല. ആളുകളുടെ ആ നിലവിളിയുടെ ശബ്ദത്തില് ആ രാജാവിന്റെ ആജ്ഞ മുങ്ങിപ്പോയി. ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. അവിടെ നോക്കിക്കോണം, കേട്ടതിനെ കേട്ടില്ലെന്ന് പറയാൻ രാമൻ സുമന്ത്രരോട് ഉപദേശിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവിടെ രണ്ട് സത്യങ്ങൾ വിപരീതമായി നിൽക്കുകയാണ്. ഇങ്ങനെ ജീവിതത്തിലെ മുഹൂർത്തങ്ങൾ വരും. രണ്ട് സത്യങ്ങൾ വിപരീതമായി നിൽക്കുന്നു. ഒരു കാര്യം കേട്ടുകഴിഞ്ഞാൽ അത് കേട്ടതാണ് എന്ന് പറയുന്നതാണ് സത്യം, അതാണ് ധർമ്മം. കേട്ട കാര്യം കേട്ടിട്ടില്ല എന്ന് പറയുന്നത് അസത്യമാണ്, അധർമ്മമാണ്. അസത്യം പറയാൻ പാടില്ല, അധർമ്മം പറയാൻ പാടില്ല. പക്ഷേ ഇവിടെ നിർത്തിപ്പോയാൽ പിന്നെ കാനനത്തിലേക്ക് പോകാനാവില്ല. രാമൻ കാനനത്തിലേക്ക് പോയില്ലെങ്കിലോ ദശരഥന്റെ സത്യം ഇതാ ലംഘിക്കപ്പെടും. രാമന് കാട്ടിലേക്ക് അയക്കാമെന്നാണല്ലോ കൈകേയിക്ക് കൊടുത്തിരിക്കുന്ന വരം. ആ വരം നടക്കാണ്ടാവും. അപ്പോ രണ്ട് സത്യങ്ങൾ. കൈകേയിക്ക് കൊടുത്ത ദശരഥന്റെ വരം സത്യമാകണമെങ്കിൽ രാമൻ കാട്ടിൽ പോകണം. എന്നാൽ രാജാവിന്റെ ആജ്ഞ നടക്കണമെങ്കിൽ തേര് നിർത്തണം. രണ്ടും സത്യമാണ്, രണ്ടും ധർമ്മമാണ്. രണ്ടും ഇവിടെ വിപരീതമായി നിൽക്കുന്നു.
ജീവിതത്തിൽ ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ വരും. ആ അവസരത്തില് ഏത് കൈക്കൊള്ളണം? കൈക്കൊള്ളേണ്ടത് വലിയ സത്യത്തെ കൈക്കൊള്ളണം. രണ്ടെണ്ണത്തിലും വലുതേതോ അത് കൈക്കൊള്ളണം. ഏതാ വലുത്, ഏതാ ചെറുത്? തന്നെ അല്ലെങ്കിൽ തന്നെ മാത്രം ബാധിക്കുന്നത് ചെറുത്. തന്നെ മാത്രം ബാധിക്കുന്ന സത്യം, ധർമ്മം, അത് ചെറുത്. ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന സത്യം, ധർമ്മം, അത് വലുത്. അങ്ങനെ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന, ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ളതായ സത്യത്തെയും ധർമ്മത്തെയും സൂക്ഷിക്കണം, അതിനെ സംരക്ഷിക്കണം, അതിനെ നടപ്പിലാക്കണം. തനിക്ക് മാത്രം പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ തന്നെ മാത്രം ബാധിക്കുന്ന സത്യത്തെ, ധർമ്മത്തെ ഈ അവസരത്തിൽ ലോക നന്മയ്ക്ക് വേണ്ടി, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിക്കണം. വിപരീതമായിട്ട് ചില നിമിഷങ്ങളിൽ ഇങ്ങനെ സത്യങ്ങൾ വരും, ധർമ്മങ്ങൾ വരും. ആ അവസരത്തില് ഏത് വേണം ഏത് വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഇങ്ങനെയാണ്. ലോക നന്മ, മറ്റുള്ളവരുടെ നന്മ, അതിനുതകുന്നത് ഏതോ അതിനെ സ്വീകരിക്കണം. തന്റെ ലാഭം, തന്റെ സുഖം, തന്റെ സൗകര്യം, അതിനെ ഉപേക്ഷിക്കണം. ഇത് വാൽമീകി മഹർഷി നമുക്ക് കാണിച്ചു തരുന്നു. രാമനെ കൊണ്ട് കള്ളം പറയിക്കുകയാണ്. കേട്ടില്ലെന്ന് പറയാൻ രാമൻ സുമന്ത്രരോട് പറയുന്നതായിട്ട് വാൽമീകി നമ്മെ കേൾപ്പിക്കുന്നു. കള്ളം പറഞ്ഞ ആളാണ് രാമൻ. അതെ, ഈ ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് അങ്ങനെ വേണ്ടി വന്നാൽ രാമൻ അങ്ങനെ തന്നെ പ്രവർത്തിക്കും. ലോക നന്മയാണ് പ്രധാനം, താൻ അതിന്റെ മുന്നിൽ ഒന്നുമല്ല. ഇതാണ് സത്യധർമാദികളെ രക്ഷിക്കാനുള്ളതായ ഉപായം, മാനദണ്ഡം. ഇങ്ങനെ നാം നമ്മുടെ ജീവിതത്തിലെ സത്യധർമാദികളെ എപ്പോഴാണോ പാലിക്കുന്നത്, അപ്പോൾ നാം പൂർണ്ണമായും ധർമ്മത്തിന്റെ മാർഗത്തിൽ, സത്യത്തിന്റെ മാർഗത്തിലായി. പക്ഷെ ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ വിപരീതമായിട്ടാണ്. തന്റെ ലാഭം, തന്റെ സുഖം, തന്റെ നേട്ടം, തന്റെ പേര്, അതിനു വേണ്ടിയിട്ടുള്ളത് സ്വീകരിക്കും. ലോകത്തിന്റെ ലാഭം, നാടിന്റെ ലാഭം, രാജ്യത്തിന്റെ ലാഭം, രാജ്യത്തിന്റെ നേട്ടം, രാജ്യത്തിന്റെ സൽപ്പേര്, അതിനെ ഉപേക്ഷിക്കും. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട്, വ്യാപകമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും വലുത് രാജ്യത്തിന്റെ നേട്ടമാണ്, നാടിന്റെ നേട്ടമാണ്, ജനസമൂഹത്തിന്റെ നേട്ടമാണ്, മുഴുവൻ ജീവരാശിയുടെയും നേട്ടമാണ്, മുഴുവൻ ലോകത്തിന്റെയും നേട്ടമാണ് ഏറ്റവും വലുത്. തന്റേതായ നേട്ടം, തന്റേതായ ലാഭം, അതിന്റെ മുന്നിൽ ഒന്നുമല്ല. ഇതാണ് പിന്തുടരേണ്ടത്. പക്ഷെ ഇന്ന് വളരെയേറെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഭാരതത്തിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇത്തരക്കാർ, സ്വാർത്ഥികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഭാരതത്തിന് വെളിയിലുള്ള രാജ്യങ്ങളിലും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. നാം ഇന്നും സ്വതന്ത്രരായി കരുത്തുറ്റ രാജ്യമായി നിലനിൽക്കുന്നത് രാമന്റെ സമ്പ്രദായത്തിൽ സത്യധർമാദികളെ വിലയിരുത്തി പ്രവർത്തിപ്പിച്ചവരുടെ മഹത്വം കൊണ്ടാണ്. ഝാൻസി റാണിയെ പോലെ, പഴശ്ശിരാജാവിനെ പോലെ, വേലുത്തമ്പിയെ പോലെ, അതേപോലെ തന്നെ ചെന്നമ്മയെ പോലെ, ധാർവാറിലെ ചെന്നമ്മ, അതേപോലെ ഗുജറാത്തിലെ ദുർഗാവതിയെ പോലെ, അഹല്യാബായി ഹോൾക്കറെ പോലെ, അങ്ങനെയുള്ള ആളുകൾ അവർ അവരുടെ ജീവൻ പോലും പരിത്യജിച്ചു. എന്തിനു വേണ്ടിയിട്ട്? നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം വായിച്ചു നോക്കണം. സകല സാഹചര്യങ്ങളും പറഞ്ഞിട്ട് അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന ബ്രിട്ടീഷുകാരുടെ എല്ലാം കീഴടക്കുന്നതായ അവരുടെ ദുഷ്ടമായ പ്രവൃത്തികളെ എതിർക്കാൻ പുറപ്പെടുന്ന വേലുത്തമ്പി, അദ്ദേഹത്തിന് അറിയാം അതിന്റെ ഫലം എന്താണ് എന്ന്. ബ്രിട്ടീഷുകാരുടെ കയ്യില് ആയുധ സന്നാഹം ഏറെയുണ്ട്, പീരങ്കികളും തോക്കുകളും ഒക്കെയുണ്ട്. ഇവിടെ വാളും വില്ലും അമ്പുമൊക്കെയാണ്. പേരിന് ഏതാനും തോക്കുകൾ മാത്രം. എന്ന് മാത്രമല്ല, 5-ാം പത്തികൾ ഇതിനകത്ത് നിപ്പുമുണ്ട്. ഇതെല്ലാം വേലുത്തമ്പിക്കറിയാം. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വേലുത്തമ്പിക്കറിയാം. അതാണ് ഇതിന് പുരുഷ പ്രയത്നത്തിൽ
തെല്ലും കുറവ് സംഭവിച്ചു എന്ന അപഖ്യാതി ഉണ്ടാകാതിരിക്കാനായിട്ടും പുരുഷപ്രയത്നം കുറഞ്ഞുപോയി എന്ന് നാളെ ആരും കുറ്റം പറയരുത്. അതിനു വേണ്ടിയിട്ടും പിന്നെ വരുന്നത് ഈശ്വര നിശ്ചയമെന്നറിഞ്ഞ് സഹിപ്പാനായിട്ടും അത്രേ. കുണ്ടറ വിളംബരം അവസാനിക്കുന്ന ഇങ്ങനെയാണ്. പിന്നെ സംഭവിക്കുന്നത് എന്തെന്ന് വേലുത്തമ്പിക്ക് അറിയാം. അത് ഈശ്വര നിശ്ചയമാണ് എന്ന് തീരുമാനിച്ച് സഹിപ്പാനായിട്ടും അത്രേ അദ്ദേഹം ഇംഗ്ലീഷുകാരോട് പടപൊരുതാൻ ഇറങ്ങിയത്. അതായത് ആരും ഈ വൈദേശിക ശക്തിക്കെതിരെ തന്റെ ഇടത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിച്ചില്ല എന്നൊരു അപഖ്യാതി വരരുത്. വേലുത്തമ്പി വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന പ്രകാരത്തിൽ പ്രവർത്തിച്ചില്ല എന്ന അപഖ്യാതി വരരുത്. പ്രവർത്തിച്ചാൽ വരുന്നത് മരണമാണ്. വേലുത്തമ്പിക്കറിയാം. വേലുത്തമ്പി അത് ഈശ്വര നിശ്ചയം എന്ന് കരുതി സഹിപ്പാൻ പുറപ്പെട്ടു. ഇങ്ങനെയുള്ള ധീര പുരുഷന്മാരും ധീര വനിതമാരുമാണ് നമ്മെ നിലനിർത്തിയത്. അവർ നാടിന്റെ നന്മയാണ്, നാടിന്റെ ശ്രേയസ്സാണ്, നാടിന്റെ സൗഖ്യമാണ് അവർ വലുതായി കണ്ടത്. അതാണ് ധർമ്മം, അതാണ് സത്യം. തന്റേതായിട്ടുള്ളതെല്ലാം അതിനുവേണ്ടി അവർ ഹോമിച്ചു. അതുകൊണ്ട് നാം ഇന്നും നിലനിൽക്കുന്നു. ധീരന്മാരായ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, സൈനികർ, അവർ അതിർത്തിയിലും നാടിനകത്തും മഹാത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് കരുത്തോടുകൂടിയിട്ട് പോരാടിക്കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ രക്ഷിക്കുന്നു. അതുകൊണ്ടാണ് നാം ഇപ്പോൾ സ്വതന്ത്രരായി സുഖമായി ജീവിക്കുന്നത് എന്നറിയണം. സമൂഹത്തെയും ലോകത്തെയും ധർമ്മത്തെയും ഒക്കെ നിലനിർത്തുന്ന ജീവിത പന്ഥാവ്, ജീവിത ആദർശം, അതാണ് നമ്മൾ ഇവിടെ കേൾക്കുന്നത്. ശ്രീരാമചന്ദ്രന്റെ ഈ വാക്കുകളിലൂടെ വാൽമീകി മഹർഷി അത് നമ്മെ വർണ്ണിച്ചു കേൾപ്പിക്കുന്നു. ഇത് വെറും ഒരു കഥയല്ല, ഇത് പണ്ട് നടന്നതായൊരു സംഭവം. അത് എന്നും നടക്കുന്ന സംഭവം, എന്നും നടക്കേണ്ട സംഭവവും. നമ്മുടെ നാട്ടിലെ ധീരരായിട്ടുള്ള ചെറുപ്പക്കാര് ഇന്നും ഈ ആദർശത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നാം സ്വതന്ത്രരാണ്. അങ്ങനെ എന്നും നാം എല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിപ്പിക്കേണ്ടതായ ആദർശം, അതാണ് വാൽമീകി രാമായണം കാണിച്ചു തരുന്നത്. ചിലർ ചോദിക്കും, ഈ കർക്കിടക മാസത്തിൽ രാമായണം വായിച്ചിട്ട് എന്ത് ചെയ്യാനെന്ന്. അതുകൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ടേ പ്രയോജനമുള്ളൂ. നാം ആരാണെന്നും നാം ജീവിക്കേണ്ടത് എന്താണെന്നും നമ്മുടെ നാട്ടില് ഇന്നത്തെ പല പല കാപട്യങ്ങളുടേതായ പ്രശ്നങ്ങൾ ഉണ്ടായി വരുമ്പോൾ നാടിന്റെ സ്വാതന്ത്ര്യത്തെയും സുഖജീവിതത്തെയും ധ്വംസിക്കുന്ന ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നിട്ട് നാടിനെ രക്ഷിക്കാൻ വേണ്ടുന്നതായ പഠനം, അധ്യയനം, മാർഗം രാമായണം കാണിച്ചു തരുന്നു. അധ്യാത്മരാമായണമാണെങ്കിലും വാൽമീകി രാമായണമാണെങ്കിലും തുളസീദാസ രാമായണമാണെങ്കിലും കമ്പരാമായണമാണെങ്കിലും ഇങ്ങനെ 100 രാമായണങ്ങളുണ്ട്. ഈ ഏഷ്യയിൽ മുഴുവൻ രാമായണങ്ങളുണ്ട് 1000 ആണ്ടുകൾ മുമ്പേ. അങ്ങ് പടിഞ്ഞാറൻ ഏഷ്യയിലും രാമായണങ്ങൾ നൂറ്റാണ്ടുകൾ മുമ്പേ ചെന്നു. രാമായണം എല്ലായിടവും ഉണ്ട്. രാമായണം പഠിപ്പിക്കുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. ഇതാണ് നാം പഠിക്കേണ്ടത്. ഇത് നാം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു ദുഃഖവും ഉണ്ടാവില്ല. ഒരിക്കലും ആരും അടിമയാക്കപ്പെടില്ല, അടിമകളായി തീരുകയുമില്ല. എന്നാൽ ഇത് നാം ഉൾക്കൊണ്ടില്ലെങ്കിലോ ആരാകിലും അടിമകളാക്കപ്പെടും. കാരണം സ്വാർത്ഥതയാണ് മനുഷ്യനെ അടിമയാക്കുന്നത്, നിസ്വാർത്ഥത മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നു. ഈ മഹത്തായിരിക്കുന്ന ആദർശം, ഈ മഹത്തായിരിക്കുന്ന സിദ്ധാന്തം രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. അതിലെ ഓരോ ഇഞ്ചിലും ഓരോ വാക്കിലും രാമായണം നമ്മെ ഇത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ രാമൻ സുമന്ത്രരോട് പറഞ്ഞു, അങ്ങ് കേട്ടില്ല എന്ന് മഹാരാജാവ് ക്ഷോഭിച്ച് അങ്ങയോട് സംസാരിക്കുമ്പോഴേക്കും അങ്ങ് പറഞ്ഞുകൊള്ളുക. തിഷ്ടേതി രാജാ ചുക്രോശ യാഹി യാഹീതി രാഘവ സുമന്ത്രസ്യ ബഭൂവാത്മാ ചക്രയോരിവചാന്തര നാശ്രൗഷമിതി രാജാനം ഉപാലബ്ധോപി വക്ഷ്യസി. ഇത് നമുക്ക് വലിയ ഒരു പാഠമാണ്. ഇങ്ങനെ